ബുദ്ധിശാലിയായ കാക്ക. ഒരിടത്തൊരു കർഷകനും കുടുംബവും ഒരു മലയടിവാരത്ത് താമസിച്ചിരുന്നു. ഒരു ദിവസം മലയുടെ താഴ്വാരത്ത് കർഷകൻ വയലിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അതാ വരുന്നു ഒരു കടുവ. നിന്റെ കാളയിൽ ഒരെണ്ണത്തെ വേഗം എനിക്ക് താ, ഇല്ലെങ്കിൽ നിന്നെ ഞാനിപ്പോൾ കൊന്നു തിന്നും, കടുവ അലറിക്കൊണ്ട് പറഞ്ഞു. പേടിച്ചു പോയ കർഷകനാട്ടെ കാളയുടെ നുകത്തിൽ നിന്ന് അതിൻ്റെ കയറഴിച്ച് കടുവയ്ക്ക് കൊടുത്തു. കടുവ അപ്പോൾ തന്നെ അതിൻ്റെ മേൽ ചാടി വീണു. കാളയും വലിച്ചെടുത്ത് അവൻ കാട്ടിലേക്ക് പോയി. അന്ന് വൈകിട്ട് തന്നെ കർഷകൻ മറ്റൊരു കാളയെ വാങ്ങി. പിറ്റേന്ന് വയലിലെത്തി. അന്ന് ഭാഗ്യത്തിന് കുഴപ്പങ്ങളൊന്നും ഉണ്ടായില്ല. പക്ഷേ തൊട്ടടുത്ത ദിവസം പഴയതുപോലെ വീണ്ടും കടുവ കർഷകനെ പേടിപ്പിച്ച് അവൻ വാങ്ങിയ പുതിയ കാളയെ തട്ടിയെടുത്തു. എന്ത് ചെയ്യണമെന്നറിയാതെ പാവപ്പെട്ട കർഷകൻ നിരാശയോടെ പാടത്ത് ചെന്നിരുന്നു. അപ്പോഴാണ് ഒരു കാക്ക അതുവഴി വന്നത്. എന്തു പറ്റി ഇങ്ങനെ സങ്കടപ്പെട്ടിരിക്കാൻ? കാക്ക കർഷകനോട് ചോദിച്ചു. നടന്നതെല്ലാം അയാൾ കരഞ്ഞുകൊണ്ട് കാക്കയോട് പറഞ്ഞു. കാക്കയ്ക്ക് കർഷകന്റെ കാര്യമോർത്ത് വിഷമം തോന്നി. പാവം, പേടിക്കണ്ട, ആ കടുവയുടെ ശല്യം തീർക്കാൻ ഒരു വഴിയുണ്ട്, കാക്ക പറഞ്ഞു. കുറച്ചു നേരം ചിന്തയിൽ മുഴുകിയിട്ട് കാക്ക കർഷകന്റെ ചെവിയിൽ ഒരു സൂത്രം പറഞ്ഞു കൊടുത്തു. കർഷകൻ അത് കേട്ട് തലയാട്ടി. പലരോടും കടം വാങ്ങി കർഷകൻ വീണ്ടും ഒരു കാളയെ വാങ്ങി പതിവ് പോലെ വയലിലെത്തി. കാക്ക നേരത്തെ പറഞ്ഞതനുസരിച്ച് അന്നൊരു കോടാലിയുമായാണ് കർഷകൻ വയലിലെത്തിയത്. കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ അതാ കടുവ വരുന്നു. വേഗം കാളയെ അയച്ചു തരൂ, എനിക്ക് വിശന്നിട്ട് വയറ് കരിയുന്നു, കടുവ അലറി. തൊട്ടടുത്തുള്ള കുറ്റിക്കാട്ടിൽ നിന്ന് പെട്ടെന്നൊരു ശബ്ദം കേട്ടു. ഹേയ് കർഷക, ആരാ അവിടെ നിന്ന് സംസാരിക്കുന്നത്? കുറ്റിക്കാട്ടിൽ ഒളിച്ചിരുന്ന കാക്കയായിരുന്നു അത്. പക്ഷേ കടുവയ്ക്കത് മനസ്സിലായില്ല. കൃഷിക്കാരൻ ശബ്ദം താഴ്ത്തി കടുവയോട് പറഞ്ഞു. മലമുകളിലെ കാട്ടുദേവനാണത്. നീ പറഞ്ഞതെല്ലാം കാട്ടുദേവൻ കേട്ടു എന്ന് തോന്നുന്നു. മണ്ടനായ കടുവ അതെല്ലാം അപ്പാടെ വിശ്വസിച്ചു. അയ്യോ, ഞാൻ നിന്റെ കാളയെ തട്ടുന്ന കാര്യമൊന്നും കാട്ടുദേവനോട് പറയല്ലേ, കടുവ ആംഗ്യം കാണിച്ചു. ഞാനൊരു സൂത്രം ചെയ്യാം, അതും പറഞ്ഞ് കർഷകൻ കുറ്റിക്കാട്ടിലേക്ക് നോക്കി പറഞ്ഞു. കാട്ടുദേവ, ഞാനൊരു വിറക് കഷ്ണത്തോടാണ് സംസാരിക്കുന്നത്, എങ്കിൽ അത് രണ്ടായി വെട്ടിമുറിച്ചേക്കൂ. കുറ്റിക്കാട്ടിൽ നിന്ന് മറുപടി എത്തി. ദയവായി ക്ഷമിക്കണം, കാട്ടുദേവൻ പറഞ്ഞാൽ ചെയ്യാതിരിക്കാൻ നിവൃത്തിയില്ല. കൃഷിക്കാരൻ കോടാലിയെടുത്ത് കടുവയുടെ നേരെ ചെന്നു. പേടിച്ചു വിറച്ചു പോയ കടുവ ഓടടാ ഒറ്റ ഓട്ടം. പിന്നെ അവൻ അതുവഴി വന്നതേയില്ല.